ലെറ്റ് ഗോ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം കേട്ടോ. ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്ന എന്തിനാണെന്നറിയോ, എൻ്റെ അടുത്ത് ഹോം ടൂർ ചോദിച്ച്. ഇവിടെ 2 റൂമേ ഉള്ളൂ, അതിനകത്ത് എന്ത് ഹോം ടൂർ കാണിക്കാനാണ്? ഇൻ ദ സെൻസ് 1 ബെഡ്റൂം 2 ബാത്റൂംസ്, അതായത് കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു ലോണ്ട്രി റൂമുണ്ട്, പിന്നെ ഒരു ഹാള്, ഓപ്പൺ കിച്ചൺ. ഇതാ പുറകെ കാണുന്നത്. ഇതിനകത്ത് ഒന്നും കാണിക്കാനില്ല. ഇത് ലെറ്റ് ഗോയുടെ വേറൊരു ഭാഗമായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്ത ലൈഫ് സ്റ്റൈലാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. 60 ഫ്ലോർസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ 31st ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഞാൻ ദീപാവലി ടൈമിലും ഇതിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. ഞാൻ പറയുന്നത്, നമുക്ക് അത്രയും എഫോർഡ് ചെയ്ത് ആ പൈസ അത്രയും അങ്ങോട്ട് മാറ്റുന്ന അതൊരു വിഷമം പിടിച്ചൊരു ഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് 2 BHK വെച്ചിട്ട് എന്തിനാണ്, ഇപ്പോൾ മകൾ കൂടിയല്ലല്ലോ, അവൾ ജോലി ചെയ്യല്ലേ, അപ്പോൾ എന്തിനാണ് വെറുതെ നമ്മൾ അത് വേസ്റ്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഡൗൺ സൈസ് ചെയ്തു. ഇപ്പോൾ ഞാൻ അത് തന്നെയാണ് പറയാൻ വന്നത്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഞാൻ പറയാറില്ലേ, അത് ഞാൻ മഹാത്മാഗാന്ധി ഒന്നുമല്ല, മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണത്. അതായത് മഹാത്മാഗാന്ധി ഒരു പ്രാവശ്യം നടക്കുമായിരുന്നു ഇതിലൂടെ, സൗത്ത് ആഫ്രിക്ക റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് അന്നേ നല്ല ഇൻഡിഗോ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്, അവിടെ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായി. അപ്പോൾ മഹാത്മാഗാന്ധിയെ കണ്ടപ്പോഴേക്കും ഓടി വന്നൊരു റിപ്പോർട്ടർ. പക്ഷേ ട്രെയിനിൽ കയറി ട്രെയിനിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇയാൾ സൗണ്ട് ചെയ്ത് പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, ജസ്റ്റ് ഗീവ് മീ സംതിങ് ഫോർ ദ ഡേ, ഞാനൊന്ന് പബ്ലിഷ് ചെയ്തോട്ടെ എന്തെങ്കിലും ഒരു കോട്ട് പറയുന്നതാണ്. അപ്പോൾ കയ്യിലൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, വേഗം എടുത്ത് സ്ക്രിബിൾ ചെയ്തിട്ട് എറിഞ്ഞു കൊടുത്തു. അതിനകത്ത് മഹാത്മാഗാന്ധി എഴുതിയിരുന്നത് ഇതാണ്, മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു അത്ര. അപ്പം ഞാനൊരു ബുക്ക് വായിക്കാറുണ്ട്, യുവർ ലൈഫ് ഈസ് യുവർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട്, ഏക്നാഥ് ഈശ്വരൻ എന്ന് പറഞ്ഞ്. ഇതേപോലെ തന്നെ അദ്ദേഹം ഊട്ടിയിലാണ് താമസിക്കുന്നത്, കുനൂർ ഊട്ടിയിലെ. ഇപ്പം ഇല്ല, അദ്ദേഹം വന്നിട്ട് ഇത് എഴുതിയിട്ടുണ്ട്, അവിടെ ഒരു ആശ്രമമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബുക്കിനെ പറ്റി എഴുതിയപ്പോൾ അതിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഓരോ മനുഷ്യജന്മത്തിനും അല്ലെങ്കിൽ ഓരോ മൃഗത്തിൻ്റെ ജന്മത്തിനും ഒക്കെ ഓരോരോ മോട്ടോ, ഒരു കാര്യം ഉണ്ടാവും അവർക്ക്, അവർ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അവർക്കൊരു ഡ്യൂട്ടി യൂണിവേഴ്സിൽ നിന്നുണ്ടാകും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മെസ്സേജ് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത്, അതിനകത്ത് തന്നെ പറയുന്നതാണ്, ഈ യുവർ ലൈഫ് ഈസ് യുവർ മെസ്സേജ് എന്ന് പറയുന്നതിനകത്ത് പറയുന്നതാണ്. അപ്പോൾ ഇതിന് 3 മിനിറ്റായി. അപ്പോൾ ഞാൻ എൻ്റെ വലിയ വീഡിയോയിൽ വരാം കേട്ടോ. വെയിറ്റ് ഫോർ ദാറ്റ്.